അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഉസ്താദേ, മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, മുറാദുകളുണ്ട്. അതൊക്കെയും പെട്ടെന്ന് ഹാസിലാകാൻ, പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ, പെട്ടെന്ന് നടന്നു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള നൂറുകണക്കായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ ഹാസിലാകാൻ, മുറാദുകൾ പൂർത്തിയാകാൻ, ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കാൻ നാം ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. നമുക്കറിയാം, സൂറത്ത് യാസീൻ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു സൂറത്താണ്. സൂറത്ത് യാസീനിന്റെ മഹത്വങ്ങള്, ഫളായിലുകള്, ഫവായിദുകള്, അതിന്റെ ഖസായിസുകള് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാം. സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു. സൂറത്ത് യാസീൻ എന്ത് ഉദ്ദേശം കരുതി ഓതിയാലും അല്ലാഹു ആ ഉദ്ദേശം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരും. കാരണം സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആൻ, അത് ഖുർആനിന്റെ ഹൃദയമാണ്, ഖുർആനിന്റെ ഖൽബാകുന്നു. നമ്മുടെ ഉദ്ദേശങ്ങൾ, കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഉദ്ദേശങ്ങൾ, മുറാദുകള്, ആഗ്രഹങ്ങള് പെട്ടെന്ന് നടന്നു കിട്ടാൻ സൂറത്ത് യാസീൻ എപ്പോഴാണ് ഓതേണ്ടത്, ഏത് സമയത്താണ് ഓതേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിന് മഹത്തുക്കള്, ഉലമാക്കള്, അരിഫീങ്ങള് അവരുടെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം. ഖിറാഅത്തു സൂറത്തു യാസീൻ ബഅദ സ്വലാത്തിൽ ഫജ്ർ. സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം, സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരാൾ യാസീൻ ഓതിയാൽ യഖുല്ലാഹു ഫിഹാ ജമീഅ ഹവായിജക ഫിദ് ദുനിയ വൽ ആഖിറ, അവന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ്വ ആവശ്യങ്ങളെയും ഹാജത്തുകളെയും മുറാദുകളെയും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. ജമീഅ ഹവായിജ്, മുഴുവൻ ആവശ്യങ്ങളെയും. എത്ര ആവശ്യങ്ങളുണ്ട് മനസ്സിൽ, എത്ര മുറാദുകളുണ്ട്, എത്ര ഉദ്ദേശങ്ങളുണ്ട്, അതൊക്കെ അല്ലാഹു പൂർത്തിയാക്കി തരും. സൂറത്ത് യാസീൻ ആവശ്യങ്ങൾ വീടാൻ, മുറാദുകൾ ഹാസിലാകാൻ, ഹാജത്തുകൾ നടക്കാൻ, വിഷമങ്ങളെ മാറാൻ, ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ, രോഗങ്ങളെ മാറാൻ ഓതാൻ ഏറ്റവും നല്ല സമയമാണ് സുബ്ഹിന്റെ ശേഷം, സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം. അതേപോലെ തന്നെ പകലിന്റെ ആദ്യ സമയവും ദുഹയുടെ സമയവും യാസീന് ഓതിയാൽ ആവശ്യങ്ങള് പെട്ടെന്ന് പൂർത്തിയായി കിട്ടുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മൻ ഖറഅ സൂറത്ത് യാസീൻ ഫീ സദ്രിൻ നഹാർ ഉളിയത്ത് ഹവായിജഹു. പകലിന്റെ ആദ്യ സമയത്ത് ഒരാൾ യാസീൻ ഓതുകയാണെങ്കിൽ അവന്റെ സർവ്വ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. ഒരാള് ഒരു പ്രാവശ്യം യാസീൻ ഓതിയാൽ തന്നെ അവനിക്ക് അല്ലാഹു കൊടുക്കുന്ന കൂലി എത്രയാണ്? മൻ ഖറഅ സൂറത്ത് യാസീൻ കതബല്ലാഹു ലഹു ഖിറാഅത്തൽ ഖുർആനി 10 മറ. പരിശുദ്ധ ഖുർആനെ 10 പ്രാവശ്യം ഓതിയ പ്രതിഫലം അല്ലാഹു നൽകും ഒരു പ്രാവശ്യം യാസീൻ ഓതിയാൽ. അതേപോലെ തന്നെ ഒരാളെ രാത്രി ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? മൻ ഖറഅ സൂറത്ത് യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറ. രാത്രി, എല്ലാ രാത്രിയിലും യാസീൻ ഓതുന്ന ആളുകൾക്ക് സുബ്ഹിയാകുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും ഒരാളെ യാസീന് പതിയാക്കുന്ന ഒരു മനുഷ്യന് ആ രാത്രിയിൽ യാസീൻ ഓതിയ രാത്രിയിൽ അവൻ മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമാണ് അല്ലാഹു അവനിക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ മഖബറകളില്, ഖബർസ്ഥാനില് ഒരാള് പ്രവേശിച്ചു, അവിടെ യാസീൻ ഓതിയാൽ ആ ഖബറിലുള്ള ആളുകൾക്ക് ഖഫഫ അൻഹും യൗമൈദിൻ, ആ ദിവസം അവൻ യാസീൻ ഓതിയ ദിവസമുള്ള എല്ലാ ശിക്ഷകളും അല്ലാഹു ഉയർത്തിക്കളയും. തഫ്സീറിന്റെ കിതാബുകളിൽ
സൂറത്ത് യാസീന്റെ മഹത്വങ്ങൾ പറഞ്ഞ സ്ഥലത്ത് കാണാം. ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിരീങ്ങൾ അവിടെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി കാണാം. അന്ന മിൻ ഖസായിസ് ഫദ്ലി സൂറത്ത് യാസീൻ അന്നഹാ മാ ഖുരിയത ലിശൈഇൻ ഔ അംരിൻ അസീരിൻ ഇല്ലാ യസ്റഉല്ലാഹ്. എത്ര വലിയ പ്രയാസം നിറഞ്ഞ സമയത്താണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണെങ്കിലും യാസീൻ ഓതിയാൽ യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവിന്റെ എല്ലാ സർവ്വ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും കടങ്ങളെയും അല്ലാഹു മാറ്റിക്കൊടുക്കും. അതേപോലെ തന്നെ മരണമാസന്നമായ രോഗിയുടെ അടുത്ത് യാസീൻ ഓതിയാൽ അദ്ദേഹം സക്കറാത്തിന്റെ ആ വലിയ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണാം. മരിച്ച ഉടനെ മാത്രം അല്ല യാസീൻ ഓതേണ്ടത്, മരണമാസന്നമായ രോഗിന്റെ അടുത്ത് ഓതണം. ഏത് നല്ല സമയത്തും ഏത് നല്ല സദസ്സിലും യാസീൻ ഓതണം. മരണപ്പെട്ടവരെ ഏറെ ആഗ്രഹിക്കുന്ന, ഏറെ കൊതിക്കുന്ന, അവർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു സൂറത്താണ് യാസീൻ. സൂറത്ത് യാസീൻ നാം പതിവാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ മുറാദുകൾ, നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ പെട്ടെന്ന് ഹാസിലാകാൻ നാം സുബഹിന്റെ ശേഷം ഓതിയാൽ പെട്ടെന്ന് ആ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്ത് യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള സർവ്വ മുറാദുകളെയും സർവ്വ ഉദ്ദേശങ്ങളെയും സർവ്വ ആവശ്യങ്ങളെയും നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരുടെ മനസ്സുകളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്. അതൊക്കെയും യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം സന്തോഷവും റാഹത്തും ഇസ്സത്തും ആഫിയത്തും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകട ദുരന്ത മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കാലമുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. എല്ലാവിധ ഇടങ്ങേറുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. സിഹ്ർ, കണ്ണേർ, ശൈത്വാനിയത്ത്, റൂഹാനിയത്ത് അടക്കമുള്ള സർവ്വ ശർറുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ്. മാരകമായ രോഗം തന്ന് ഞങ്ങളെ നീ രോഗികളാക്കല്ലേ അല്ലാഹ്. മാരകമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. നിന്റെ ത്വഅത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ഹൈബാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ഫളിയത്താക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളുടെ ഷർറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അസൂയക്കാരുടെ ഷർറുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഫാത്തിനീങ്ങളുടെ ഫിത്നകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. സർവ്വ ദുൽമകളിൽ നിന്ന് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.